എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂരിലെ എറവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പലിൻ്റെ മാതൃകയിലുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയെക്കുറിച്ചാണ്. സെൻറ്റ് തെരേസാസ് ചർച്ച് എറവ് എന്നാണ് ഈ പള്ളിയുടെ പേര്. അങ്ങനെയൊക്കെ ആയാലും കപ്പലിൻ്റെ മാതൃകയിലുള്ള ഈ പള്ളി കപ്പൽ പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കപ്പലിൻ്റെ മാതൃകയിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പള്ളി വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. വേറെ എവിടെയെങ്കിലും ഇതുപോലെ കപ്പലിൻ്റെ മാതൃകയിലുള്ള പള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ പള്ളി സന്ദർശിക്കാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരാം. തൃശ്ശൂരിൽ നിന്നും കാഞ്ഞാണി വാടാനപ്പള്ളി റൂട്ടിൽ ഏകദേശം 12 കിലോമീറ്ററോളം വരികയാണെങ്കിൽ നമുക്ക് ഈ കപ്പൽ പള്ളിയിലേക്ക് എത്തിച്ചേരാം. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് പേര് ഈ പള്ളി കാണാത്തവരായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരൊക്കെ ഈ പള്ളി ഒരു തവണയെങ്കിലും വന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയേറെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. 1983 ജോസഫ് കുണ്ടുകുളം പിതാവ് ബിഷപ്പായിരുന്ന സമയത്താണ് ഇതിൻ്റെ നിർമ്മിതി. ഫാദർ ഇമാനുവേൽ രാത്തപ്പള്ളി അച്ഛനാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത്. ഈ കപ്പൽ പള്ളിക്ക് ചുറ്റുമായിട്ട് വെള്ളവും കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിറയെ മീനുകളുമുണ്ട്. ഇനി നമുക്ക് ഈ കപ്പൽ പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകളൊന്ന് കാണാം. ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊരു കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു പ്രതീതി തന്നെയാണ് കാണുന്നത്. മേലെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിൽ ഒരുപാട് പേർക്ക് ഇരുന്നിട്ട് കുർബാന കാണാനുള്ള സൗകര്യമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. താഴെയും നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെയാണുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരുപാട് പേർക്ക് കുർബാന കാണാനുള്ള സൗകര്യമുണ്ട്. ഇത്തരത്തിലുള്ളൊരു പള്ളി ഇങ്ങനെ നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. അത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ നിർമ്മിതി. ഇവിടുത്തെ അൾത്താര ഒരു ആപ്പിൾ മരത്തിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയാണ്. ഈ പള്ളിയിൽ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ചുമരുകളിൽ 2 സൈഡിലുമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസുകൾ കാണുമ്പോൾ അതിൽ ആ ബൈബിളുകളിലെ ഓരോ വചനങ്ങളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയേറെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സെമിത്തേരിയാണ്. ഈ സൈഡിലൂടെ ഇപ്പോൾ ഈ കാണുന്നതാണ് സെമിത്തേരി. അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ സക്രാരിയുടെ താഴെയായിട്ടാണ് സെമിത്തേരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇങ്ങനെ പള്ളിക്കുള്ളിൽ തന്നെ ആയിട്ട് സെമിത്തേരി ഉള്ളത് അപൂർവം ചില പള്ളികളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഈ കപ്പൽ പള്ളിയോട് ചേർന്ന് തന്നെ കപ്പൽ പള്ളിയുടെ ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം HSS എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. 1978 ഒരു നഴ്സറി സ്കൂളായിട്ടാണ് ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ 2 വർഷം കൂടെ LKG UKG ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ഈ കപ്പൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ വിശുദ്ധരുടെ കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്. അതിൽ നിറയെ വിശുദ്ധരെ അവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങൾ അവിടെ ഉണ്ട്. ഈ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കാറുള്ളത് ജനുവരിയിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഈ പള്ളിയിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ വരുന്ന എല്ലാവർക്കും റോസാപ്പൂക്കൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ റോസാപ്പൂക്കൾ ഇവിടുത്തെ ഒരു വഴിപാട് മാതിരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ റോസാപ്പൂ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ജനങ്ങളത് അതിൻ്റെ ഇതളൊക്കെ എടുത്തിട്ട് പിന്നീട് വെളിച്ചെണ്ണ കാച്ചുകയും അങ്ങനെയുള്ള പല തരത്തിലുള്ള വിശ്വാസങ്ങളും ഇവിടെയുണ്ട്. പല ആളുകളും ആ റോസാപ്പൂക്കൾ വളരെ ഭക്തിയാദരപൂർവ്വം അടുത്ത പെരുന്നാൾ വരെ അവരവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഇത്തവണ ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഈ പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാം. പുൽക്കൂടും വളരെ മനോഹരമായി തന്നെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ഈ പുൽക്കൂടെല്ലാം കാണാൻ വന്നതിന് ശേഷം പിന്നീട് ഒരു തവണ കൂടി ഇവിടേക്ക് വന്നു. ഇവിടുത്തെ രാത്രിയുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ അവരുടെ പെരുന്നാളിനോടനുബന്ധിച്ച് അവിടുത്തെ ലൈറ്റുകളൊക്കെ ഇടുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ചുറ്റുപുറമുള്ള കുറച്ച് ലൈറ്റുകളൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ വന്നതാണ്. ഈ കപ്പൽ പള്ളിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.